ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെ മറ്റേ വീഡിയോൻ്റെ പാർട്ട് 2 അല്ലാതെ ഞാൻ ആദ്യം പറയണ്ടേ വേറൊരു വീഡിയോ ആണ് ഗൈസ്. ഈ ഒരു വണ്ടി ഉണ്ടോ, ഇത് നമ്മളൊരു അർജുൻ ബ്രോ എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഇതിപ്പോൾ അതാ ഈ ഒരു ഷോറൂമിൽ നിന്ന് മോഡിഫൈ ചെയ്ത് ഇറക്കുകയാണ്. ഇത് ശരിക്കും അവൻ്റെ വണ്ടിയല്ല, ഇത് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇവർ ഒരു ഓഫ് റോഡ് ടെസ്റ്റ് ഡ്രൈവിൽ ഒരു ഓഫ് റോഡ് റേസിങ്ങിന് വേണ്ടിയിട്ട് ഈ വണ്ടി പണിയിച്ച് ഇറക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി ഓഫ് റോഡ് ടെസ്റ്റിങ്ങിന് കൊണ്ടുപോവുകയാണ്. നമ്മളെ വണ്ടി അവിടെ പണി നടക്കുന്നേ ഉള്ളൂ. ഈ വണ്ടി ടെസ്റ്റ് ചെയ്യണോ അതേ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഇറക്കുന്ന വണ്ടിയാണ്. ഏകദേശം ഈ മോഡിഫിക്കേഷൻ വരെ 10,55,000 ഉറുപ്പ്യ വരുന്നുണ്ട് എന്തായാലും. അപ്പം നമ്മളൊക്കെ എന്തായാലും ഇത്ര പൈസ വരുന്നല്ലേ. അപ്പം നമുക്ക് ഈ വണ്ടി ഇറക്കാൻ തന്നെ 80 ലക്ഷം ആയിട്ടുണ്ട്. അപ്പോൾ 90 ലക്ഷത്തി ഇത്ര സംതിങ് അല്ലേ അപ്പോൾ ആവുക. അത്രയാവുമ്പോൾ വെറുതെ കാശ്. ഇതിപ്പോൾ തന്നെ EMI ഈ വണ്ടി കിടക്കുന്നത് ഗൈസ്. നമുക്കൊരു ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഈ ഓഫ് റോഡാണ് നമുക്ക് കയറ്റേണ്ടത്. ഇത് കയറ്റണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേറെ ഏത് ഓഫ് റോഡ് കിട്ടുകയാണെങ്കിൽ അവിടെ കയറ്റാം. പിന്നെ ചെറിയ വീഡിയോ ആവാനാണ് ചാൻസ്. ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്യാണ്. ചില വീഡിയോയിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടേക്കും റെക്കോർഡ് ചെയ്യാം, പക്ഷെ ഇത് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മെല്ലെ നമ്മളിപ്പോൾ മാനുവലിലാണ്, ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കയറുന്നത്. സെക്കൻഡ് ഗിയറിലാക്കിയ വണ്ടിയുടെ പവർ കൊണ്ടുപോകും. പിന്നെ ഇതിന് 10 lakhs വരാൻ കാരണം എന്ന് വെച്ചാൽ അത് ഫുൾ മെറ്റലാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഇതിൻ്റെ ടയറിൻ്റെ അലോയ് ഫുൾ മെറ്റൽ. പിന്നെ ഈ ലൈറ്റ്സ് എല്ലാം സ്ക്രൂ ആണ്, ഒരെണ്ണം പ്ലാസ്റ്റിക് ഇല്ല. മേളത്തെ അതിൻ്റെ കമ്പികളില്ലേ, കമ്പിയല്ല ആ ഒരു ഇത് മാത്രം പ്ലാസ്റ്റിക് ഉള്ളൂ, ബാക്കിയെല്ലാം സ്റ്റീലാണ് വണ്ടീൻ്റെ വരുന്നത്. ഇരുമ്പും സ്റ്റീലും എല്ലാം വരുന്നുണ്ട്. ഇത് ഫോർഡിൻ്റെ വണ്ടിയാണ്, അതുകൊണ്ട് നല്ലൊരു സ്മൂത്ത് സസ്പെൻഷനുമാണ് വരുന്നത്. വണ്ടി ഇപ്പം തന്നെ നമ്മൾ ചളി പിടിച്ചിട്ട് നമ്മൾ കൊടുക്കരുത്. നമ്മൾ വളരെ ഫുൾ ഗ്യാരൻ്റിയാണ്. വണ്ടിക്ക് എന്ത് പറ്റിയാലും നമ്മൾ സർവീസ് ചെയ്തിട്ടുള്ളൂ ഷോറൂമിൽ കൊടുക്കുക. നമ്മൾ ഫുൾ ഗ്യാരൻ്റി കൊടുത്തിട്ടുണ്ട്. വണ്ടി കയറുന്നുണ്ട്. സാധാരണ നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിട്ടാണ് വണ്ടി കയറ്റുക. ഇപ്പോൾ ഓഫ് റോഡ് ടയർ ഉണ്ട് വണ്ടിക്ക്, അതുകൊണ്ട് വണ്ടി സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. അയ്യോ, വണ്ടി തട്ടിയോ? ഇല്ല, ബാക്ക് എടുക്കണം. പിന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ നിങ്ങൾ എന്നോട് പറയണമെങ്കിൽ. പിന്നെ എല്ലാവർക്കും താങ്ക് യു എന്ന് വെച്ചാൽ ഞാൻ പറയണേ, നമ്മൾ 2 വീഡിയോ 100ന് മേലെ വ്യൂസ് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ 1K വ്യൂസ് കിട്ടിയാൽ ഒരു ഗീവ് അവേ അടക്കാം. നമുക്ക് M4 ഗീവ് അവേ കൊടുക്കാം. അപ്പോൾ എൻ്റെ ID ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. എന്നാൽ ഗീവ് അവേ കാറ് വേണ്ട, ഒരു 5 lakhs rupees ഞാൻ ഗീവ് അവേ തരാം. ഇപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ നടത്തുന്നത് നമുക്കൊരു November 1 നമുക്ക് നടത്തുക. അപ്പം എൻ്റെ ID വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം. നിങ്ങളത് കയറിൻ്റെ ഞാൻ ഓൺലൈനിൽ കയറുകയെന്ന് വെച്ചാൽ ഒരു 8-7:30 രാത്രിയാണ് കയറുക. രാവിലെ കയറൂലേ, രാവിലേക്ക് സ്കൂളിൽ ഇതിലൊക്കെ പോയി ഹോംവർക്ക് പണി കുറേ ചെയ്യാണ്ട്. ഞാൻ കയറുന്ന അപ്പം ഞാൻ ഗീവ് അവേ എൻ്റെ റൂമിൽ കയറിയവർക്ക് 5 lakhs. ഒരാൾക്കാണ് അത് ഞാൻ കൊടുക്കുക, 2 ആൾക്ക് കൊടുക്കണത് 1000 ഉണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് 20 lakhs ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് 5 lakhs എന്ന ബാക്കി 15 lakhs ഉണ്ടാവുള്ളൂ. അയ്യോ ഗൈസ്, നമ്മൾ വന്ന കാര്യം മറന്നുപോയല്ലോ. നമ്മളിപ്പോൾ അവിടെ ഓഫ് റോഡ് ചെയ്യുന്നുണ്ട്. അയ്യോ, നമുക്ക് ഈ വെള്ളത്തിൽ വണ്ടി ഇറക്കണോ? വേണ്ട, നമുക്ക് നേരെ റോഡിൻ്റെ നമുക്ക് ഈ മല കൊള്ളാമല്ലോ. നമുക്ക് ഇത് കയറ്റി നോക്കാം. നല്ല ആക്സിലേറ്റർ എടുക്കാം. വണ്ടി കയറി പോണ നോക്ക് ഗൈസ്. അതാണ് റിയലിസ്റ്റിക്കിനെക്കാട്ടൊരു പവർ. ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗൈസ് ഞാൻ അറിയാണ്ട് എത്തിയെന്ന് കരുതി ആക്സിലേറ്റർ കുറച്ചെടുത്ത് ഗൈസ്, അത് പണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ താഴോട്ടേക്ക് ഇറക്കിയിട്ട് ഒന്നും കൂടി വണ്ടി കയറ്റി നോക്കാം. കല്ലൊന്ന് രണ്ടാമച്ചി വണ്ടി തവിട് പൊടിയുണ്ട്. സർവീസൊക്കെ ചെയ്തിട്ട് വേണം തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറുമ്പോൾ കൊല്ലും. ഇപ്പം ടെസ്റ്റ് ഡ്രൈവിന് വാങ്ങിയത് തന്നെ അതിനും പൈസ ഉണ്ട്. ടെസ്റ്റ് ഡ്രൈവിന്
ആ കുറച്ച് പൈസ 2000 റുപ്യ അങ്ങനെ എന്തോ ഉള്ളൂ ടെസ്റ്റ് ഡ്രൈവിന്. കാരണം മോഡിഫൈ ചെയ്യുന്ന മുന്നേ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും പറ്റൂലല്ലോ. കാരണം കുറേ ഇതുണ്ടാവുമല്ലോ, ടെസ്റ്റ് ഡ്രൈവ്സ് കുറേ ഉണ്ടാവുമല്ലോ. അവർക്ക് പല വണ്ടി അറേഞ്ച് ചെയ്യാൻ അങ്ങനെ കുറച്ച് പൈസ ആയി. ഇത് ഫോർഡിൻ്റെ ഇതിന്നൊന്നും അല്ലേ. ഫോർഡിൻ്റെ ഇതിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് മെറ്റലൊന്നും കിട്ടില്ല, ഫുൾ പ്ലാസ്റ്റിക്കേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ എന്ത് ചെയ്യാനാ? അപ്പോൾ ഈ ഒരു മല വണ്ടിക്ക് കയറാൻ പറ്റുമോ? കയറി നേരത്തെ കയറിയില്ല. ഹാൻഡ് ബ്രേക്ക് തന്നെ ഇടണം. ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി ബ്രേക്ക് ഇടിച്ചിട്ടാണ് ഈ വണ്ടി വണ്ടി. ആ വണ്ടിക്ക് 4 വീൽ ഡ്രൈവിലല്ലേ? ഒന്നുകൂടി നോക്കട്ടെ. 4 വീൽ ഡ്രൈവ് ഡ്രിഫ്റ്റ് മുകളിലേക്ക് ഒന്ന് മാറ്റിയില്ലേ? കയറിയാലോ വണ്ടി? ഡ്രിഫ്റ്റിൽ കയറ്. വണ്ടിയുടെ ആക്സിലേറ്റർ എത്ര കൊടുത്തിട്ട് വണ്ടി കയറില്ലല്ലോ അങ്ങോട്ട്. കയറ് വണ്ടി. വണ്ടി കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്, എന്നാലേ ഈ മലയൊക്കെ സിമ്പിളായിട്ട് കയറത്തുള്ളൂ. നമുക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറയാം, ഈ വണ്ടി സെറ്റാണ്, കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാണ്ട്. പിന്നെ 10,57,000 അല്ലേ, അത് നമുക്കൊരു 10,60,000 ആവും എന്തായാലും. കാരണം ഇതിൻ്റെ സ്പീഡ് ഓഫ് റോഡ് ടയർ 10,000 റുപ്യ ഉണ്ട്. അപ്പോൾ 65,000 ഡിസ്കൗണ്ട് ഇട്ടായിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു ഫ്ലാഗ് ഇല്ല, അത് ഇന്ത്യൻ്റെ ആക്കണോ? അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വണ്ടി കഴുകി സർവീസ് ഡ്രിഫ്റ്റ് മോഡിലല്ലേ സാധാ മോഡിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു വർക്ക്ഷോപ്പ് ആദ്യം വണ്ടി വാഷ് ചെയ്യുന്നിടത്ത് പോട്ടെ. സോറി, എന്താ അമർത്തിപ്പോയതാണ് ഞാൻ. ചെറിയൊരു ഇത് പറ്റിയാണ് അങ്ങനെ. വണ്ടി പോവല്ലേ വണ്ടി. വണ്ടീൻ്റെ ഒന്ന് ബ്രേക്ക് ഇട്ട് നിർത്തട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടേക്കൊരു മാപ്പ് ഇട്ടിട്ടുണ്ട്. വണ്ടി ഓഫ് റോഡ് കയറിയില്ലേ. ഇനി വണ്ടി ഒറ്റ ആക്സിലേറ്ററിലെ വണ്ടി കയറ്റാൻ മതി. അത് നല്ല ഇടിച്ചല്ലോ വണ്ടി. നമുക്ക് റോഡിലേക്ക് നേരെ ഓടിയിട്ടുണ്ട്. നമുക്ക് ഈ ഓഫ് റോഡ് വഴി ഇവിടെ ഒരു മണ്ണ് വിട്ട വഴിയുണ്ട്. അപ്പോൾ എന്തായാലും കഴുകിയിട്ട് നമുക്ക് നേരെ ഷോറൂമും അതിൻ്റെ സർവീസ് സെൻറ്ററും അടുത്തടുത്താണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. വളച്ച വണ്ടി കയറ്റി ഇത് ഓരറിയാതെ നമ്മൾ വേറെ എക്സ്ട്രാ സർവീസ് ചെയ്യുന്നത്. നമ്മൾ വാഷ് ചെയ്യുന്നതാണ് പറഞ്ഞത്, സർവീസ് ചെയ്യുന്നവരറിയരുത്. ഗ്ലാസ് ഇതൊക്കെ സിമ്പിളാണ്. അർജുൻ ബ്രോനെ വിളിച്ച് പറയണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട്. കുറച്ചുകൂടി ഹോഴ്സ് പവർ കൂട്ടാറുണ്ട്, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ വർക്കുമുണ്ട്. ഒക്കെ ഇനി അർജുൻ ബ്രോ ഇത് അവിടെ വിളിച്ച് പറയും ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ട് വളയ്ക്കാം. നമ്മളെ പണി എന്തായാലും കഴിയും. അർജുൻ ബ്രോ കുറച്ച് ക്യാഷ് ചെയ്യണം ഗൈസ്, അതിനാണ് ഞാൻ ഈ വർക്ക് ചെയ്തത്. ചിലവരുണ്ടാവും ഗൈസ് ക്യാഷും വാങ്ങും പിന്നെ അവിടെ വെറുതെ കുത്തിരിക്കും. വണ്ടി വീട്ടിൽ കൊണ്ടിട്ടിട്ട് കൂർക്കം വിളിച്ച് കിടന്ന് ഉറങ്ങുണ്ടാവുമല്ലോ ചിലവർ. അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അപ്പോൾ ഞാൻ സത്യസന്ധനായ ആളാണ്. പക്ഷേ പൈസ കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഐഡിയ കൊടുക്കുക. ഗീവ് അവേക്കുള്ളവർ November 1 പാർട്ടിസിപ്പൻ്റ് ചെയ്തോ. എൻ്റെ ഐഡിയ താഴെ കൊടുക്കാം. 5 lakhsോ 4 lakhsോ അങ്ങനെ എന്തെങ്കിലും പൈസയൊക്കെ ഞാൻ തരിക. അപ്പോൾ അത് ബിഗിനേഴ്സ് ഉള്ളവർ ചോദിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഏതെങ്കിലും നല്ല വർക്ക് ചെയ്ത വണ്ടി തരണോ വെറും 1 ഉറുപ്പിക്ക്. അതാണ് നമ്മളെ ചാലഞ്ച്. അങ്ങനെ തരുന്നവർക്ക് ഞാൻ 5,50,000 അങ്ങനെ എത്ര പൈസ വേണമെങ്കിലും തരാം. അപ്പോൾ നിങ്ങൾ എഴുതുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വലിയ പൈസ തന്നിട്ട്. അപ്പോൾ ഗൈസ് ഇത് ഒരു ഗിവ് അവേ അല്ല, ഗിവ് അവേ നടക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു ഗിവ് അവേ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഗിവ് അവേൻ്റെ മറ്റേ ഗിവ് അവേൻ്റെ അടുത്ത ഗിവ് അവേ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഗിവ് അവേ കൊടുക്കാകുമ്പോൾ 20 lakhs പോകില്ലോ എന്നൊരു പേടിയുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയേക്കാം. ഇനി ഓരോ പാടായി.
ഞാൻ ഇനി അർജുൻ ബ്രോനെ വിളിച്ചു പറയട്ടെ. അർജുൻ ബ്രോ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്, വിളിച്ചു പറയാം ഗൈസ് അർജുൻ ബ്രോനെ. അപ്പോൾ ഇതോളം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുടെ ചാനൽ സബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷനുകൾ കിട്ടുന്നതായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. മറ്റേ ഇതിൻ്റെ പാർട്ട് 2ലേക്ക് ബൈ ബൈ.